ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന വങ്കേരി മാതായിയുടെ ഒരു നോബൽ അക്സെപ്റ്റൻസ് സ്പീച്ചിൻ്റെ കുറച്ച് പാരഗ്രാഫുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു 5 പാരഗ്രാഫുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത പാരഗ്രാഫ് നോക്കാം. Initially, the work was difficult because they were unaware that a degraded environment leads to a scramble for scarce resources and may culminate in poverty and even conflict. അപ്പോൾ കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏകദേശം 300 മില്യൺ ട്രീസ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ കീഴിൽ അവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി അവർക്ക് ആവശ്യത്തിനുള്ള ട്രീ, ഫ്യൂവല്, ഫുഡ്, ഷെൽട്ടർ, ഇൻകം, അവരൊക്കെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻകം ഒക്കെ അവർക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രീ പ്ലാന്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു പരിപാടി, ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യലി തുടക്കത്തിൽ ദ വർക്ക് വാസ് ഡിഫിക്കൽട്ട്, ആ ജോലി പ്ലാന്റിങ് നടത്തുക എന്നുള്ള ജോലി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം they were unaware that a degraded environment leads to a scramble for scarce resources and may culminate in poverty and even conflict. അതായത് ചുറ്റുമുള്ള പ്രകൃതിയെ അവഗണിക്കുന്നത് കൊണ്ട്, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നത് കൊണ്ട് പ്രകൃതി വിഭവങ്ങൾ, അതായത് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലേക്ക് അല്ലെങ്കിൽ ഒരു പിടിവലിയിലേക്ക് എന്ത് ചെയ്യും, അത് നയിക്കുമെന്നുള്ള അറിവ് ജനങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്ക്രാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിവലി കൂടുക, പരക്കം പായുക എന്നൊക്കെ പറയും. സ്കെയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായ അല്ലെങ്കിൽ അപര്യാപ്തത എന്നൊക്കെ അർത്ഥം. റിസോഴ്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങൾ എന്നുള്ളതാണ്. കൾമിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു അറിവ് ജനങ്ങൾക്കില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അത് ദാരിദ്ര്യത്തിലേക്കും പോവർട്ടിയിലേക്കും അതുപോലെ തന്നെ ഈവൻ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ തർക്കങ്ങളിലേക്കും എന്ത് ചെയ്യും, അത് നയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. They were also unaware of the injustices of international economic arrangements. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് അന്തർദേശീയമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലെ അനീതികളെ പറ്റി അവർക്ക് അറിയില്ലായിരുന്നു. ഇന്റർനാഷണൽ എക്കണോമിക് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അന്തർദേശീയ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയും. ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അനീതി. അതിൻ്റെ അനീതിയുമായിട്ടും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു പിടിയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കെനിയ, അതുപോലെ ആഫ്രിക്കൻ രാജ്യം എന്ന് പറയുമ്പോൾ വലിയൊരു ലിറ്ററസി, സാക്ഷരത, വലിയൊരു വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് വലിയൊരു അറിവും കാര്യങ്ങളൊന്നും അതിലൂടെ ഉണ്ടായിരുന്നില്ല. ലേറ്റർ, പിന്നീട് ദേ ബിക്കെയിം അവെയർ ഓഫ് ദ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ എക്കോസിസ്റ്റം. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ആ എക്കോസിസ്റ്റത്തിൻ്റെ, അതായത് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ജൈവ വൈവിധ്യത്തിൻ്റെ പരക്കെയുള്ള ആ നാശത്തെപ്പറ്റി എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് അറിയാൻ കഴിഞ്ഞു. അതുവഴി എന്ത് ചെയ്യുന്നു, എസ്പെഷ്യലി ത്രൂ ഡീഫോറസ്റ്റേഷൻ, ഈ എക്കോസിസ്റ്റത്തിന്റെ ജൈവ വൈവിധ്യങ്ങളുടെ നഷ്ടം സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഡീഫോറസ്റ്റേഷൻ മുഖേനയാണ്. എന്ന് പറഞ്ഞാൽ വനനശീകരണത്തിലൂടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ബോധം ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്ലൈമറ്റ്, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ കണ്ടാമിനേഷൻ ഓഫ് ദ സോയിൽ ആൻഡ് വാട്ടേഴ്സ്, അതായത് വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ നശീകരണവും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തു, ആൾ കോൺട്രിബ്യൂട്ടഡ്, അതെല്ലാം സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു ടു എക്സ്ക്രൂഷിയേറ്റിംഗ് പോവർട്ടി ആൻഡ് സബ്സീക്വൻറ്റ് റിയോഡ്. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഠിന വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ദാരിദ്ര്യവും ആൻഡ് സബ്സീക്വൻറ്റ് റിയോഡ്സ്, തുടർച്ചയായിട്ടുണ്ടാകുന്ന റിയോഡ്സ്, ലഹളകൾ, വിപ്ലവങ്ങളൊക്കെ, തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ അത് വഴി തെളിക്കുകയും ചെയ്തു. അതായത് ആദ്യമൊക്കെ ഇൻ്റർനാഷണൽ ഏജൻസികൾ വന്നിട്ട് അവിടുത്തെ മരങ്ങൾ വെട്ടി പിന്നെ എക്കണോമിക് പ്ലാന്റുകൾ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന കൃഷികൾ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് വലിയൊരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അവർക്ക് ബോധവാന്മാരായി, അതായത് കാലാവസ്ഥ ചേഞ്ച് ചെയ്തപ്പോൾ, മണ്ണും വെള്ളവും നശിക്കപ്പെട്ടപ്പോൾ, അതുപോലെ തന്നെ മറ്റു സംഭവങ്ങളൊക്കെ ക്ലൈമാറ്റിക് ഇൻസ്റ്റെബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ചുകൾ വന്നപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. ഞങ്ങളുടെ എക്കോസിസ്റ്റം, അതായത് ജൈവവൈദ്യമൊക്കെ നശിച്ചിട്ടുണ്ട്, അതിനൊക്കെ കാരണം ഇങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അവരെന്ത് ചെയ്തു, ഈ
അവർ മനസ്സിലാക്കുകയും അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം എന്താണ്, എല്ലാം എന്തിന് കാരണമായി തീർന്നു, പോവർട്ടി, അങ്ങേയറ്റം ദാരിദ്ര്യത്തിനും അതുപോലെ തന്നെ റിയോട്സ്, അതുപോലെ തന്നെ ഈ കലാപങ്ങൾക്കൊക്കെ വഴിയൊരുക്കാനും കാരണമായി. കാരണം ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കലാപവും മറ്റു കൊള്ളയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ആൾത്തോ എന്നിരുന്നാലും ഇനീഷ്യലി തുടക്കത്തിൽ ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്സ് ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസ് ഡി നോട്ട് അഡ്രസ് ഇഷ്യൂസ് ഓഫ് ഡെമോക്രസി ആൻഡ് പീസ്. ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസ്, ട്രീ പ്ലാന്റിംഗ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ നടുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ ഡി നോട്ട് അഡ്രസ് ഇഷ്യൂസ് ഓഫ് ഡെമോക്രസി ആൻഡ് പീസ്, ജനാധിപത്യപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും ആദ്യം ഇവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. It soon became clear that a responsible governance of the environment was impossible without democratic space. പക്ഷേ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, പക്ഷേ അധികം താമസിയാതെ തന്നെ മനസ്സിലായി, ഇവർക്കൊരു കാര്യം മനസ്സിലായി. എന്താണത്? ജനാധിപത്യം ഉറപ്പാക്കിയാൽ മാത്രമേ, അതായത് ഡെമോക്രാറ്റിക് സ്പേസ് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, പ്രകൃതിയെ നന്നാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് എൻവയോൺമെന്റിന്റെ ഗവേണൻസ്, ആ പദ്ധതികൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ജനകീയമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംഭവം അവിടെ വേണം എന്നുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്തു. Therefore, അതുകൊണ്ട് തന്നെ ദ ട്രീ ബിക്കേം എ സിംബൽ ഫോർ ദ ഡെമോക്രാറ്റിക് സ്ട്രഗിൾ ഇൻ കെനിയ. ഈ മരങ്ങള് എന്തായി മാറി, അങ്ങനെ കെനിയയിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ എന്താവാൻ തുടങ്ങി, മരം ഒരു അടയാളമായിട്ട് മാറി. അത് വ്യാപകമായി കൊണ്ടിരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. Citizens were mobilized to challenge widespread abuse of power, corruption and environmental mismanagement. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, കെനിയയിൽ ജനാധിപത്യത്തിന് മരം ഒരു അടയാളമായി എന്ന് പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന, വ്യാപകമായി കൊണ്ടിരിക്കുന്ന അധികാര ദുരുപയോഗം, അതായത് അബ്യൂസ് ഓഫ് പവർ, അധികാര ദുരുപയോഗത്തിന്റെയും കറപ്ഷൻ, അഴിമതികൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ എൻവയോൺമെന്റ് മിസ്മാനേജ്മെന്റ്, പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ അല്ലെങ്കിൽ മുതലായവ എതിർക്കാൻ ജനങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. അതായത് അധികാരികള് അവർക്ക് തോന്നുന്ന രൂപത്തിൽ അവരുടെ അധികാരങ്ങളെ, പവറിനെ അബ്യൂസ് ചെയ്യുക, തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത്, അഴിമതി നടത്തുമ്പോൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മിസ്മാനേജ് നടക്കുമ്പോൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകളുടെ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി, കൂട്ടം അല്ലെങ്കിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, എന്താ, പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടേണ്ട സംഭവങ്ങളൊന്നുമില്ല, നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്, ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു പദ്ധതിയും എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നീട് ഉണ്ടാകുന്നുണ്ട്. ആദ്യം ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, മരങ്ങൾ നടുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യങ്ങളും കൂടെ അവർ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. In time, the tree also became a symbol for peace and conflict resolution, especially during ethnic conflicts. In time, that means very soon, വളരെ പെട്ടെന്ന് തന്നെ the tree also became a symbol for peace. എന്ത് ചെയ്യാൻ തുടങ്ങി, വളരെ പെട്ടെന്ന് തന്നെ മരം സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെയും ഒരു അടയാളമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ മരങ്ങൾ മാറാൻ തുടങ്ങി. എസ്പെഷ്യലി ഡ്യൂറിങ് എത്തനിക് കോൺഫ്ലിക്ട്സ്. എത്തനിക് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ഗോത്രപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട് മരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യൂസിങ് ട്രീസ്, മരങ്ങൾ ഉപയോഗിക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് പീസ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ വേണ്ടി മരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ആഫ്രിക്കയിലുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, മാറിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ എൽഡേഴ്സ് ഓഫ് ദ കിക്കുയു ക്യാരിഡ് എ സ്റ്റാഫ് ഫ്രം ദ Tigi tree that when placed between two disputing sides caused them to stop fighting and seek reconciliation. അവിടെ എന്താണ് പറയുന്നത്, കിക്കുയു എന്ന ട്രൈബലിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അതിലെ മുതിർന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, തിഗി മരത്തിന്റെ കൊമ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ രണ്ട് തർക്കിക്കുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ മധ്യത്തില് ഈ കമ്പ് അല്ലെങ്കിൽ ഈ തിഗി ട്രീയുടെ കമ്പ് അവർ വെച്ച് കഴിഞ്ഞാൽ അവർ കലഹം നിർത്തുകയും അതുപോലെ തന്നെ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ചെയ്യുമായിരുന്നു. അതാണ് അവിടെ പറയുന്നത്.
ഡിസ്പ്യൂട്ടിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കലഹിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ. പിന്നെ റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പ് എന്നർത്ഥം. ഓക്കെ. പിന്നെ കിക്കുയു എന്ന് പറയുന്നത് അതൊരു ഗോത്രവർഗത്തിന്റെ പേരാണ്. അപ്പൊ അവർ തമ്മിൽ തർക്കം നടക്കുമ്പോൾ ആ തർക്കം പരിഹരിക്കാൻ ഒരു തിഗ്ഗി ട്രീയുടെ കൊമ്പ് ഇടയിൽ വെച്ചാൽ പിന്നെ അവിടെ തർക്കം പാടില്ല, പ്രശ്നം കോംപ്രമൈസ് ആയി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സച്ച് പ്രാക്ടീസസ് ആർ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റെൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കീഴ്വഴക്കങ്ങൾ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ്, വളരെ അങ്ങേയറ്റം സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. വിച്ച് കോൺട്രിബ്യൂട്ട് ബോത്ത് ടു ദ കോൺവെർസേഷൻ ഓഫ് ഹാബിറ്റേറ്റ്സ് ആൻഡ് ടു കൾച്ചർ ഓഫ് പീസ്. അതെന്ത് ചെയ്യുന്നു, അവ സ്വാഭാവികമായിട്ടുള്ള വാസസ്ഥലങ്ങളെ സംരക്ഷിക്കുകയും സമാധാനം ഉണ്ടാവുകയും ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അങ്ങനെ ട്രീ മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവര് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ മരം ഇടയിൽ കൊണ്ടുവച്ചിട്ട് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട്, സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ട്രീ എന്തായിട്ട് മാറി, ഒരു സിമ്പിളായിട്ട് മാറി. അതാണ് അവിടെ പറയുന്നത്, ട്രീ ബിക്കെയിം ദ സിമ്പിൾ ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പൊ അങ്ങനെയുള്ള കുറെ ആചാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രവൃത്തി കൂടെ തന്നെയാണ് എന്നാണ് പറയുന്നത്.